കൂട്ടുകാരെ കണ്ടില്ലേ, എന്റെ മാങ്ങ ഇട്ട പുഴമീൻ കറിയാ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോവാം. ഹായ് കൂട്ടുകാരെ, കണ്ടില്ലേ നല്ല പുഴമീൻ. ഈ പുഴമീൻ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. എൻ്റെ അയൽവാസി അവര് മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. ഇടയ്ക്കൊക്കെ അവര് മീൻ പിടിച്ച് വന്നപ്പോൾ എനിക്ക് തന്നതാ. കണ്ടില്ലേ നല്ല അടിപൊളി പുഴമീൻ. ഇത് ഞങ്ങൾ കുറച്ച് പൊരിക്കും, ബാക്കിയുള്ളത് മുളകിടാനാണ് വിചാരിച്ചു. അപ്പൊ ഞാനിത് വൃത്തിയാക്കി പീസാക്കിയിട്ട് കാണിച്ചു തരാം. നന്നാക്കുക, കുറച്ചൊരു പണിയാ നന്നാക്കാന്. ഭയങ്കര ചെളുക്കയാണല്ലോ, മേൽഭാഗം ഒക്കെ പോക്കണം. നല്ല കഷ്ണ വലുപ്പമുള്ള മീനാണിത്. മീന് നല്ല പീസാക്കി കഴുകി വൃത്തിയാക്കി. ഇതാ നല്ല അടിപൊളിയാ, നല്ല നല്ല പീസുകളുണ്ട്. ഇനി ഞാനിത് അടുപ്പത്ത് വെക്കാൻ പോവട്ടെ. ഞാൻ അടുപ്പത്ത് വെക്കുന്നത് മൺപാത്രത്തിലാട്ടോ. മീനൊക്കെ ഞാൻ അടുപ്പത്ത് വെക്കുക മൺപാത്രത്തിലാണ്. മീനെന്നല്ല, എല്ലാ തോരന് കറികളെല്ലാം തന്നെ ഞാൻ മൺപാത്രത്തിലാണ്. ചോറും മീൻ മുളകിടുമ്പോൾ നമ്മൾ പുളി ഇടണമല്ലോ. അതിൽ ഞാൻ മാങ്ങ ഇടുന്നു കേട്ടോ, 2 മാങ്ങ ഇടുന്നുണ്ട്. ഇതിന് 2 മാങ്ങ വേണ്ടി വരും, കുറച്ചധികം ഉണ്ടല്ലോ. കൊടംപുളി ഇടും, അല്ല ഇരുമ്പമ്പുളി ഇടും, വാളംപുളി ഇടും, ഒക്കെ ഇടലുണ്ട്. പക്ഷെ ഇപ്പം മാങ്ങകാലാണല്ലോ, അപ്പൊ മാങ്ങകാലത്ത് നമുക്ക് മാങ്ങ ഇടാം. മാങ്ങ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. ചെത്തി വൃത്തിയാക്കട്ടെ. കറിക്ക് പച്ചമുളക് പറിക്കട്ടെ. എന്താ കണ്ടില്ലേ, നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയാലേ ഫ്രഷായത് കഴിക്കാം. 3 എണ്ണം മതി. വേപ്പില പറിക്കാൻ വന്നപ്പോഴാണ് ഞാൻ ഇത് നോക്ക്, ഇതെന്താ സംഭവം നോക്കി. റംബൂട്ടാനിതാ, ഇതൊക്കെ എൻ്റെ റംബൂട്ടാനായി വരുന്നതാ. ഞാൻ വെറുതെ കാണിച്ചേ ഉള്ളൂ. അതുമേലൊക്കെ ഉണ്ട്. ഇതാ അത് ബട്ടറാട്ടോ, ബട്ടറും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എത്ര വലുപ്പമായിട്ടുള്ളൂ, എല്ലായിടത്ത് വലുതായിന്ന് പറഞ്ഞത് കിട്ടും. ഇതിന് അടുപ്പത്ത് വെക്കാൻ പോകുക. അതിന് മൺചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസ് കത്തിച്ച് ചട്ടി ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് എണ്ണ വയ്ക്കാം. ചട്ടി ചൂടായി, എണ്ണ വയ്ക്കട്ടെ. എണ്ണ ചൂടായി, ഉലുവ ഇട്ട്. ഞാൻ ഫസ്റ്റിൽ ഉലുവ ഇട്ടത് ഇട്ട് അത് ഇഷ്ടം പോലെ ഇടാം, നമുക്ക് ഉണ്ടല്ലോ പറിക്കാൻ. ഇനി ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. 2 സ്പൂൺ ഇടുന്നുണ്ട്. പേരെന്നെ മീൻ മുളക് ഇടുക എന്നാണല്ലോ. എല്ലാം കൂടി ഒന്ന് വെട്ടി. തക്കാളി ഇടുന്നുണ്ട്. ഇനി വെള്ളം ഒഴിക്കട്ടെ. തിളച്ചിട്ട് മീൻ ഇടുന്നുണ്ട്. വെളുത്തുള്ളി ചതക്കിയത്, ഇഞ്ചി, പച്ചമുളക്. ഇതിലിപ്പം മാങ്ങ, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ചേർത്ത് ഇനി നല്ലോണം വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ മീനിടുന്നുള്ളൂ. അല്ലാതെ പുളിയെല്ലാം നല്ല റെഡിയായിട്ട് മീനിടാൻ പറ്റൂ, അല്ലെങ്കിൽ മീൻ കലങ്ങിപ്പോവും. പുളിയെല്ലാം വെന്ത് റെഡിയായി, ഇനി നമുക്ക് മീനിടാം. അടിപൊളി മീനാ. മീൻകറിയിലേക്ക് നല്ല അടിപൊളി ചപ്പാത്തിയും. ചപ്പാത്തി കണ്ടില്ല, നല്ല ബോള് പോലെ ആയത്. അപ്പോൾ എൻ്റെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.